ഹായ്! അയോട്ടയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് അശ്വിനി. ഞാൻ എടുക്കാൻ പോകുന്നത് രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. നമ്മൾ പുതിയൊരു അക്കാദമിക് ഇയറിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പരിചയപ്പെടാനും ഒക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്റ്റിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളായിട്ട് പഠിച്ചു തുടങ്ങി അല്ലേ? അപ്പോൾ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങി, പരിചയപ്പെട്ടു തുടങ്ങി അല്ലേ? അപ്പോൾ അതിനെക്കാട്ടി കുറച്ചും കൂടി അഡ്വാൻസ് ആയ കാര്യങ്ങളാണ് ഇത്തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഡ്വാൻസ് എന്നല്ലെങ്കിൽ കുറച്ചുകൂടെ ഹയർ ലെവൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. കാരണം കുറച്ച് പേർക്കെങ്കിലും ചിലപ്പം കെമിസ്ട്രി കഴിഞ്ഞ തവണ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവാം. കാരണം നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത എലമെന്റ്സ്, കോമ്പൗണ്ട്സ്, അതുപോലെ ആറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയ്ക്ക് നിങ്ങൾക്ക് പഠിച്ച് വന്നിട്ടില്ലാത്ത കുറച്ച് ടേംസും കോൺസെപ്റ്റുകളും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു തുടങ്ങിയത് അല്ലേ? പക്ഷേ നമുക്ക് വളരെ രസകരമായിട്ട് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാം. കാരണം കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയുള്ള ഒരു പഠനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ചുറ്റും തന്നെ നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ഒരു സബ്ജക്റ്റിനെ പഠിച്ചു പോകും. അപ്പം നമ്മളൊരു ഒരു ഡേ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ ചെയ്യുക? ബ്രഷ് ചെയ്യും അല്ലേ? അപ്പോൾ ബ്രഷും പേസ്റ്റും ഇങ്ങനെയുള്ള ഓരോ വസ്തുക്കളും എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. നമ്മുടെ ആ ഒരു ഡേ ത്രൂ ഔട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേ എന്ന് മാത്രം പറയാൻ പറ്റില്ല. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാത്തരം ബയോളജിക്കൽ ഫംഗ്ഷനും ഒക്കെ എന്താണ്? ഈ കെമിക്കൽ റിയാക്ഷൻസ് ആണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ലൈഫുമായിട്ട് ഏറ്റവും അധികം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിനെ ആ രീതിയിൽ തന്നെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചുറ്റുപാടിനെ കുറിച്ചുള്ള ഒരു പഠനമായിട്ട് നമ്മൾ കണക്കാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് രസകരമായിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പം നിങ്ങൾ ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ വളരെ കൃത്യമായിട്ട് കാണുക, മനസ്സിലാക്കി പോവുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അന്നത്തെ ദിവസത്തെ അന്ന് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ PDF നോട്ട്സിന് പുറമെ ഷോർട്ട് നോട്ട്സുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. പിന്നീടൊന്ന് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അതേപടി ക്ലാസ് നമ്മൾ കേട്ട രീതിയിൽ തന്നെ മനസ്സിലേക്ക് വരത്തക്ക രീതിയിൽ ക്ലാസ്സിന് ശ്രദ്ധിച്ചിരിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ പുതിയ യൂണിറ്റ്, ഏറ്റവും പുതിയ യൂണിറ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം, എന്താണ് സ്ട്രക്ചർ, എന്താണ് ആറ്റം എന്നൊക്കെ വിചാരിച്ച് അത്ര ടെൻസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകണം. എന്തൊക്കെയാണ് അതിൻ്റെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, ബിഹൈൻഡ് സയൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോവുക മാത്രമാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പം നമ്മളെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് സ്ട്രക്ചർ ഓഫ് ആറ്റ് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ചുറ്റുപാടുമുള്ള സറൗണ്ടിങ്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് എന്താണ് ഈ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമുക്ക് ചുറ്റുപാട് നോക്കി തന്നെ അല്ലെങ്കിൽ കണ്ടു മനസ്സിലാക്കി തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ചുറ്റുപാട്? ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് സ്റ്റഡി ഹാളിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേബിളിൻ്റെ മുന്നിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പം എന്തൊക്കെ കാഴ്ചകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്? ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കിയേ. എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്? എന്തൊക്കെ കാണാം? ടേബിൾ ഉണ്ടാവാം അല്ലേ? നമ്മൾ പഠിക്കുന്ന സ്റ്റഡി ടേബിൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ചെയർ ഉണ്ടാവാം, പിന്നെ ബുക്സ് ഉണ്ടാവാം. ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ്, ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫോണ് അല്ലേ? ഇതുപോലെ നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ ഈ ഒരു സ്ക്രീനിലേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയേ. എന്തൊക്കെയുണ്ട്? ടേബിൾസ് ഉണ്ട്, ആ അതുപോലെ ചെയർ ഉണ്ട്, കാർപ്പറ്റ് ഉണ്ട്, ഭിത്തിയുണ്ട് അല്ലേ? വിൻഡോസ് ഉണ്ട്, വിൻഡോസിൽ കേർട്ടൻ ഉണ്ട്, പിന്നെ ലൈറ്റ് ഉണ്ട്. അതുപോലെ ടേബിളിൽ എന്തുണ്ട്? ബുക്സും ഈ പറയുന്ന വസ്തുക്കൾക്കൊക്കെ പുറമെ എന്തുണ്ട്? ആ ഒരു കപ്പിൽ വെള്ളമോ ടീയോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലേ, അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ നമ്മുടെ റൂമിലും നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾ റൂം മാത്രം കൺസിഡർ ചെയ്യണ്ട. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാകും അല്ലേ? മരങ്ങൾ ഉണ്ടാകും, എന്താ ആ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും അല്ലേ? നമ്മൾ എന്ത് പറയും, നമ്മുടെ നടന്നു പോകുന്ന മണ്ണ് വരെ അല്ലേ? ഈ വസ്തുക്കളൊക്കെ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്.
എന്താണ് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ ടേബിളിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഉണ്ടാക്കിയിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് എന്തായിരിക്കാം? എന്തായിരിക്കാം? അപ്പം നിങ്ങൾ പറയും ചിലപ്പം ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ അയണിൻ്റെ ടേബിൾ ആയിരിക്കാം അല്ലേ? അപ്പോൾ അയൺ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അല്ലെങ്കിൽ വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയാം. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ അയൺ ആണെങ്കിലും വുഡ് ആണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? എൻ്റെ കയ്യിൽ ഒരു ഈ പെന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക് ആവാം അല്ലെങ്കിൽ മെറ്റൽ ആവാം എന്ത് വേണമെങ്കിലും ആവാം അല്ലേ? പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിലും മെറ്റൽ ആണെങ്കിലും എന്താണെങ്കിലും അതുണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ നേരെ നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലേ? ആ ഒരു വാട്ടർ കൺസിഡർ ചെയ്തേ. ആ ഗ്ലാസ്സിലുള്ള വാട്ടർ കൺസിഡർ ചെയ്യാം. അപ്പം ഇപ്പം നമുക്ക് പറയാം ടേബിളാണ് ചോദിക്കുന്നതെങ്കിൽ ടേബിൾ ചിലപ്പോൾ വുഡ് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫൈബർ കൊണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ ആൻസർ പറയും അല്ലേ? പക്ഷേ ആ ഒരു വാട്ടർ ആ ഗ്ലാസ്സിലിരിക്കുന്ന വാട്ടർ എന്തുകൊണ്ടുണ്ടാക്കിയതാവാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടു നോക്കാം. ഈ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചേ. എന്താണൊക്കെ കാണാൻ കഴിയുന്ന ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് അല്ലേ? ഡീപ്പിലേക്ക് പോകുമ്പോൾ ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? എന്താണ് കാണാൻ കഴിയുന്നത്? അവിടെ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? എന്താണത്? അറിയോ? എന്താണ് കാണാൻ കഴിയുന്നത്? ഒന്നുകൂടെ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഗ്ലാസ്സിലുള്ള വാട്ടറിലേക്ക് നമ്മൾ ഉള്ളിലോട്ട് ചെല്ലുകയാണ് അല്ലേ? ആ ഒരു ഏറ്റവും എന്താ പറയുക നമുക്ക് കാണാൻ കഴിയാത്ത നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു മൈന്യൂട്ട് റീജിയനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ആ ഒരു ഗ്ലാസ്സിലെ വാട്ടറിൽ എന്താണുള്ളത്? ഒരു സ്പെഷ്യൽ സ്ട്രക്ചറുള്ള എന്തോ ഒന്നുണ്ട് അല്ലേ? സ്പെഷ്യൽ സ്ട്രക്ചറുള്ള എന്തോ ഒന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലേ? നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള സ്ട്രക്ചർ എന്തെങ്കിലും കാണാൻ കഴിയുമോ? കഴിയുമോ? എന്താ കാണാൻ കഴിയാത്തെ? നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ട എന്താണ്? ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ അതിൻ്റെ ആ ഒരു മൈന്യൂട്ട് റീജിയനിലേക്ക് നമ്മൾ പോയപ്പം ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലേ? പക്ഷേ ഒരു ഗ്ലാസ്സിലെ വാട്ടറിൽ നമുക്ക് ആ ഒരു സ്ട്രക്ചർ നേരിട്ട് നോക്കിയാൽ കാണാൻ കഴിയുമോ? കഴിയുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മുടെ കൈ കൊണ്ട് കാണാൻ കഴിയാത്തതിലും അത്രയും ചെറിയ മൈന്യൂട്ടായിട്ട് സൈസിലാണ് അത്തരത്തിലുള്ള പാർട്ടിക്കിൾ കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ആ ഒരു പാർട്ടിക്കിൾസിന് സ്മോൾ പാർട്ടിക്കിൾസിന് നമ്മൾ പേര് പറയും. എന്താണെന്നറിയോ? എന്താണ്? ആറ്റം അല്ലേ? ആറ്റം. നിങ്ങൾ ആ വേർഡ് കേട്ടിട്ടുണ്ടോ? ആറ്റം. വാട്ട് ഈസ് ആറ്റം?